ഇപ്പൊ ഞാൻ പറയട്ടെ, ഞാനിപ്പോ സന്ദീപിന്റെ ഫാലിമി കണ്ടപ്പോൾ ശരിക്കും സന്ദീപിനെ ഞാൻ വളരെ കൃത്യമായിട്ട് ഇത് എനിക്ക് ഇങ്ങനെ ഓടിയതും ഇങ്ങനെ ചില എക്സ്പ്രഷൻസിനെയൊക്കെ ഞാൻ ഭയങ്കര കാര്യമായിട്ട് എൻജോയ് ചെയ്തതാണ്. നമ്മൾ പേര് ചോദിച്ചറിഞ്ഞിട്ടുണ്ട്, ഏതാണ് ആ ഡൂഡ് എന്നുള്ളത് നമ്മൾ അന്വേഷിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പം ഒരു കാലഘട്ടത്തിലും ടാലന്റ് എന്ന് പറയുന്നത് എന്താ പറയുക, ഒരു സ്ഥലത്തും ആർക്കും അങ്ങനെ ഇത് ചെയ്യാൻ പറ്റില്ലല്ലോ. അതൊരു പൊളിച്ച് തകർത്ത് കയറി വരും. അതുകൊണ്ട് സന്ദീപൊക്കെ ഇപ്പോൾ ഞാൻ നേരത്തിൻ്റെ സമയത്ത് എനിക്ക് മെസ്സേജ് അയക്കുമ്പോൾ എൻ്റെ ആദ്യത്തെ സിനിമയാണ്. അപ്പം മുതൽ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അതിനു മുമ്പേ സിനിമ ആഗ്രഹിക്കുന്ന ഒരാളാണ് അയാൾ. ഇപ്പോൾ ഇത്രയും കാലങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഒന്ന് പുള്ളിയുടെ സ്പേസ് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെല്ലാവരും സന്തോഷിക്കുക. ഏതൊരു മനുഷ്യനും വരാവുന്ന സ്പേസ് സിനിമയിൽ ഇപ്പം ഉണ്ടെന്നുള്ളതുണ്ട്. അത് കുറച്ച് കാലം മുമ്പായിരുന്നു അങ്ങനെ ഇല്ലല്ലോ. ഇപ്പോൾ ഒരു സാധാരണ വീടുകളിൽ നിന്നുള്ള പിള്ളേർക്കൊക്കെ സിനിമയിൽ ഒരു സ്ഥാനം കിട്ടുന്നുണ്ടെന്നുള്ള ഒരു ഇതുണ്ട്. അത് ഞാനും അങ്ങനെ ഒന്നൊരാളായതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ആർട്ടിസ്റ്റുകളോ അല്ലെങ്കിൽ അങ്ങനെ വരുമ്പോൾ എനിക്ക് ഭയങ്കര റെസ്പെക്ട് തോന്നാറുണ്ട്. ഈ ലൊക്കേഷനിൽ വെച്ച് ഷറഫ് എന്ന് പറയുന്ന നടൻ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഓർമ്മയിൽ വരുന്നുണ്ടോ? നമ്മളിടയിൽ എന്താ പറയുക, അങ്ങനെ ഒരു ടീച്ചർ സ്റ്റുഡൻറ്റ് എന്നുള്ളൊരു ബന്ധം സിനിമയുടെ ക്യാരക്ടറിനുള്ളിൽ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ശരിക്കും ചേട്ടനെ ഇതുള്ളൊരു രീതിയിൽ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിലാണ് കൂടുതലും അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. ഞാൻ ചോദിക്കാറുണ്ട്, അത് കുറച്ച് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ പടം കഴിഞ്ഞ് പറയേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതെ, അതുകൊണ്ട് ചില കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ പടത്തിന്റെ സ്പോയിലേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് അത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ബാക്കി വിശേഷങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഞങ്ങളൊരു ഫ്രണ്ട്ലി ആണ്, ഞങ്ങളൊരു പാർട്ടി മേക്കറാണ്. ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് താമസിച്ചിരുന്നത്. അപ്പോൾ പാർട്ടി ഓണാക്കുന്ന ആളാണ് ഷറഫിക്ക. നമ്മുടെ റൂമിൽ ഒന്ന് കൊട്ടും, എന്താണ് വരുന്നില്ലേ റൂമില്, സമയമുണ്ടല്ലോ, രാത്രി ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ, 9 മണി കഴിഞ്ഞാൽ സംവിധായകൻ ഉറങ്ങുവാണല്ലോ, നമുക്ക് ഇഷ്ടംപോലെ സമയം കിട്ടുന്നുണ്ടല്ലോ. ഷറഫും ശരിക്കും എൻജോയ് ചെയ്യുന്ന സിനിമ ഇതായിരിക്കും. ഞാൻ ആക്ച്വലി ഭയങ്കര, നമ്മൾ ആ കോളേജിന്റെ അകത്ത് തന്നെ താമസിച്ച്, അതുപോലെ തന്നെ ഷൂട്ടൊക്കെ അത്ര ദിവസം പോയി താമസിച്ച് നമ്മൾ ഇത് ചെയ്യുള്ളൂ. അപ്പോൾ ഷൂട്ട് ഈ പറഞ്ഞ പോലെ ഞാൻ ശരിക്കും അസോസിയേറ്റിൻ്റെ അടുത്ത് പോയി എന്നെ ഒരു 5:30 ആകുമ്പോൾ വന്നു. ഞാൻ ഇതൊരു സിനിമ സെറ്റിൽ അതുപോലെ ചോദിച്ചല്ലോ. അതൊന്നുമല്ല, എനിക്ക് 5:30 ആകുമ്പോൾ പോയിട്ട് പിള്ളേരുടെ കൂടെ ക്രിക്കറ്റ് കളിക്കാൻ പറ്റാറുണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര കാര്യമായിട്ടുള്ള, കാരണം ഞാൻ അപ്പോൾ ക്രിക്കറ്റ് കളിച്ച് കുറേ കാലം കൂടിയിട്ടാണ് ഞാൻ അവിടെ ക്രിക്കറ്റ് കളിച്ചത്. അപ്പൊ അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എല്ലാ ദിവസവും ഞാൻ പോയി ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. ടൈം കിട്ടുവാണ്, അതിന് ടൈമൊക്കെ കിട്ടി. അങ്ങനെ ചില്ലായിട്ട് തന്നെയാണ് ആ സിനിമ ചെയ്തത്. ഞാൻ വിജയഭവനെ വിളിച്ച്, ഞാൻ ഷൂട്ടിന് ചിലപ്പോൾ വന്നോന്നോട് വിളിക്കുമ്പോൾ ഞാൻ നെറ്റ് വരാൻ, നെറ്റ് ഷൂട്ടില്ല, നെറ്റ് വന്ന് നമുക്ക് ഹോട്ടലിൽ ഇരിക്കാന്ന് പറയണം. ഞാൻ രാത്രി ഷൂട്ടിൽ വന്ന് ഷൂട്ടൊക്കെ കണ്ടോണ്ടിരിക്കുക. ഷൂട്ട് രാത്രി എന്ന് പറഞ്ഞ സംഭവം ഇവിടെ ഇല്ലാതെ പറഞ്ഞു വരണ്ടത്. രാത്രി ഹോട്ടലിൽ ഇരുന്ന് വർത്താനം പറയാണെങ്കിൽ പോരാ, അതെല്ലാവരും റെഡി ആയിട്ട് ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. ഷറഫ് ഈ പാർട്ടിയുടെ കാര്യങ്ങൾ ആ സമയങ്ങൾക്ക് ഷറഫിന്റെ ഒരു മൂഡുണ്ടല്ലോ. ഷറഫ് നമ്മളുമായിട്ട് മിങ്കിൾ ചെയ്ത് ഒരു വേറെ നടനാണ്, നമ്മളൊക്കെ അതിലും ചെറുതാണ്. ആ സമയത്തൊക്കെ നിങ്ങൾക്ക് തരുന്ന ഒരു എനർജി ഉണ്ടല്ലോ, അത് നിങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തോ? ഉറപ്പായിട്ടും എല്ലാവരും. നമ്മളിപ്പോ ഈ പറയുന്ന പോലെ പുതിയ ആക്ടേഴ്സ് എന്നുള്ള രീതിയിൽ, ഇപ്പൊ ഞാൻ മാത്രമല്ല, ഇതിൽ ഒരുപാട് അപ്പം എല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ വരുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ കുറച്ച് ഇന്റിമിഡേറ്റഡ് ആകും. നമ്മൾ ഓക്കെ, അവർ വരുന്നു, എന്തായിരിക്കും മൂഡ് സെറ്റ് എന്നുള്ള നമ്മൾ ഇന്നർ ടോക്സ് ഉണ്ടാവുമല്ലോ. അത് ക്രാക്ക് ചെയ്യാൻ ഈ സീനിയർ ആക്ടേഴ്സിന് പറ്റുമ്പോഴാണ് മൊത്തത്തിൽ ആ സീൻ വർക്ക് ആവുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അവർ വന്ന് നമ്മൾ എത്രത്തോളം കംഫർട്ടബിൾ ആകുന്നു അത്രത്തോളം നമ്മൾ കംഫർട്ടബിൾ ആവും. അപ്പൊ സീൻ വർക്ക് ആവാൻ ഭയങ്കര രസമായിട്ട് വരും. അത് എനിക്ക് തോന്നുന്നു നമ്മുടെ എല്ലാ സീൻസിലും ആ ഒരു ബന്ധം കാരണം വർക്കായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞങ്ങൾക്ക് പരസ്പരം നമ്മൾ ചെയ്യുന്ന കഥാപാത്രങ്ങളിലേക്ക് ഒരു നോട്ടം വേണമായിരുന്നു. അത് ഈ സിനിമ ഡിമാൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വേറൊരു രീതിയിൽ ഇൻട്രസ്റ്റിംഗ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്ത കഥാപാത്രങ്ങൾ ഞങ്ങൾക്ക് പരസ്പരം എല്ലാവരുടെയും ക്യാരക്ടേഴ്സിൻ്റെ പ്ലേയിലൊക്കെ ഒരു നോർമൽ സിറ്റുവേഷനേക്കാൾ കൂടുതൽ നമുക്ക് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമായിരുന്നു. അപ്പോൾ അതൊക്കെ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ സന്ദീപ് ആണെങ്കിലും എന്താ പറയുക, അങ്ങനെ സന്ദീപ് ആക്ച്വലി അക്കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നിയിട്ടുണ്ട്. പുള്ളി കാര്യമായിട്ട് ഇപ്പം ഞാൻ എൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇപ്പം ഞാനത് ചെയ്യേണ്ടതാണ്, പക്ഷെ ഞാനത് ചെയ്യുന്നതിൻ്റെ ഒരു 2 ഇരട്ടി സന്ദീപ് കാര്യമായിട്ട് അവിടെ എന്താ പറയാ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. കാര്യം അവർക്ക് എളുപ്പമാണ്, എനിക്ക് സമയം ഒരു എളുപ്പമല്ല. അഭിനയം എല്ലാം ഒരിക്കലും എളുപ്പമല്ല. നമുക്ക് പറഞ്ഞാൽ അഭിനയിക്കുമ്പോൾ നമ്മൾ വേറെ കഥാപാത്രം വീണ്ടും നമ്മൾ അഭിനയിക്കണം എന്ന് പറഞ്ഞാൽ ആ ചക്രമാണ് മെയിൻ. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്.
ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.